വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സെറ്റ്സിൻ്റെ കളക്ഷൻസാണ്. 2 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നേക്കുന്നത്. ഇതിൽ വർക്ക് ഉണ്ടോ, ഈ യോക്കിൽ നല്ല ഭംഗിയുള്ള വർക്ക് ചെയ്തേക്കുന്നത്. പ്യുവർ കോട്ടൺ സോഫ്റ്റ് ഫിനിഷിലുള്ള ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത്. 2 ഡിഫറെൻറ്റ് കളേഴ്സാണ്. ബ്ലാക്കും മെറൂണും വന്നേക്കുന്നത്. സറ്റിൽ ഫിനിഷിലുള്ള കളേഴ്സാണ്. ഭയങ്കര ബ്രൈറ്റ് അല്ല, എന്നാൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. റെഗുലർ വെയറിനും ഓഫീസ് വെയറിനൊക്കെ ബെസ്റ്റ് ആയിട്ടാണ്. രണ്ടിൻ്റെയും യോക്കിൽ നല്ല ത്രെഡ് വർക്കും സർദൂസി വർക്കും കൂടി ചെയ്തേക്കുന്നത് കണ്ടോ. ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് കേട്ടോ. 1050 ആണ് റേഞ്ച് വരുന്നത്. 1050 ആണ് റേഞ്ച്. ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് ഡിസൈൻസ് വരുന്നുണ്ട്. കളേഴ്സ് സെയിം തന്നെ, 3 ഡിഫറെൻറ്റ് ഡിസൈൻസ്. അത് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. അതിനു മുമ്പ് ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിൻ്റെ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. പിന്നെ സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ അൺസ്റ്റിച്ച്ഡ് സൂട്ട്സ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് മെൻഷൻ ചെയ്യുക. ഇവിടെ ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ മെറൂൺ ടിൻറ്റിൽ നമ്മൾ ട്രഡീഷണൽ കളേഴ്സിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കളറിലാണ് ഇതെല്ലാം വന്നേക്കുന്നത്. നല്ല ഭംഗിയും നല്ല കൂളായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കുമാണ്. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം, പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ലൈനിങ് ഇട്ട് ചെയ്യാനാണ്. സ്ലീവ്സിന് വെച്ചില്ലെങ്കിലും ബോഡി പോർഷനിൽ എപ്പോഴും ലൈനിങ് ഇട്ട് എപ്പോഴും ചെയ്യുന്നതാണ് നന്നായിട്ട് ഫാബ്രിക് ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. ഇപ്പോൾ ഫസ്റ്റ് കളർ ഇതുപോലെ യോക്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. സിമ്പിൾ നെക്ക് എടുത്താൽ മതി, കാരണം ഇത് യോക്കിൽ വർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് റൗണ്ട് കൊടുത്തിട്ട് ചെറിയൊരു വി കട്ടിങ്ങോ അല്ലെങ്കിൽ സ്ക്വയർ നെക്കോ ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു നെക്ക് പോർഷൻ പോയിരിക്കുന്നത്. നല്ല ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിടാം. ദുപ്പട്ട നോക്ക് ഭയങ്കര സോഫ്റ്റാണ്. കോട്ടനും കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഇത് ഭയങ്കര ഇങ്ങനെ നമുക്ക് സോഫ്റ്റ് ഫിനിഷില്ലേ, നല്ല കൂളായിട്ട് കിടക്കുന്ന അങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. സറ്റിലായിട്ടുള്ള ദുപ്പട്ടയാണ്. എല്ലാ ഏജുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അമ്മമാർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും, കാരണം ഇത് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ഒട്ടും അറിയാത്ത രീതിയിലുള്ള സോഫ്റ്റ് ഫിനിഷ്. നമ്മുടെ ക്ലൈമറ്റിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്. ഇപ്പോഴത്തെ ചൂടിന് ഇങ്ങനത്തെ ഫാബ്രിക് ഇട്ടാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് ചൂടാണല്ലോ. ഈ ഒരു റേഞ്ചിൽ നല്ല റേറ്റുമാണ്. ഭയങ്കര പ്യുവറായിട്ടുള്ള കോട്ടണിലാണ് ഈ ഒരു ബോട്ടം വന്നിരിക്കുന്നത്. 1050 റേഞ്ച്. ഫസ്റ്റ് വൺ ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്കാണ്. ഈ ഒരു ഡിസൈൻ, ഈ ചെറിയ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് യോക്കിലൊക്കെ ഓൾറെഡി വർക്ക് ഉള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പാറ്റേൺസോ അല്ലെങ്കിൽ നെക്കിൽ എന്തെങ്കിലും ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പാറ്റേൺസ്. ഇത് സിംപ്ലി നിങ്ങൾക്ക് നല്ലൊരു നെക്ക് എടുത്ത് തയ്ച്ചാൽ മതി. ദുപ്പട്ട കണ്ടോ, നല്ല സോഫ്റ്റ് ഫിനിഷാണ്. 1049 ആണ് റേറ്റ്. ബോട്ടം ഇങ്ങനെ. കോട്ടൺ ഇങ്ങനത്തെ കോട്ടൺസൊക്കെ എപ്പോഴും സറ്റിൽ ഫിനിഷിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ നോർമൽ പെട്ടെന്ന് വാഷ് ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്തെടുക്കുക. തിരിച്ചിട്ട് ഉണക്കുക. എപ്പോഴും വെയിലത്ത് നല്ല വെയിലത്തിട്ട് ഉണക്കരുത്. ഷെയ്ഡിലിട്ട് ഉണക്കിക്കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. കെയർ ചെയ്താൽ മതി നന്നായിട്ട് പ്രൊഡക്റ്റ്. ഇതുപോലെ സോഫ്റ്റ് ദുപ്പട്ട ആൻഡ് ബോട്ടം കോട്ടൺ. കളേഴ്സ് എല്ലാം സെയിമാണ്. ഈ ഒരു ഡിസൈൻ മാത്രമാണ് ഡിഫറെൻറ്റ് വരുന്നത്. എല്ലാം നല്ല ഡിസൈൻസ് ആണ് കേട്ടോ. എന്നാലും ഞാൻ ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ദുപ്പട്ട ഇതുപോലെ ഭയങ്കര ഒരു ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ദുപ്പട്ട. ഭയങ്കര സോഫ്റ്റ് ഫിനിഷ്, ലൈറ്റ് വെയ്റ്റ് ആണ്, കൂളായിട്ടുള്ള ഫാബ്രിക്കാണ്. ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ. ഇത് നിങ്ങൾക്ക് ദുപ്പട്ട ഇല്ലാതെ കുർത്തി സ്റ്റൈലിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, കാരണം ഈ ഒരു പാച്ച് വർക്ക് നല്ല ഭംഗിയുള്ളൊരു യോക്കാണ് ഇതിൽ വന്നേക്കുന്ന. ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കുർത്തി സ്റ്റൈലിൽ വിത്തൗട്ട് ദുപ്പട്ട വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും. ഇതുപോലെ ആൻഡ് ബോട്ടം. സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്കാണെങ്കിലും ഭംഗിയായിട്ട് ഈ ഒരു സെറ്റ് ടോപ്പായിട്ട് തയ്ച്ചിടാം. ബ്ലാക്കിൽ ഈ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത്. ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ഫിനിഷിലുള്ള ദുപ്പട്ട. 1049 റേഞ്ച്. ബോട്ടം വന്നേക്കുന്നത് ബ്ലാക്ക് കളർ. നെക്സ്റ്റ് വൺ ഈ ഒരു കളർ കോമ്പിനേഷനാണ്. ഡിസൈൻ ചെറിയൊരു ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഡിസൈനാണ്. ഏത് ഡിസൈന് കിട്ടിയാലും നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്ത്, കാരണം നല്ല സോഫ്റ്റ് ഫിനിഷുമാണ്, നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ. ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ. ദുപ്പട്ട ആൻഡ് ബോട്ടം നല്ല മെറൂണാണ് കേട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ ബ്ലാക്കിൽ ഈ ഒരു കോമ്പിനേഷൻ. ഇതുപോലെ യോക്കിലെ വർക്ക് നല്ല ഭംഗിയാണ്. സർദോസി വർക്കും ചെറിയ ത്രെഡ് വർക്കും കൂടിയാണ് വന്നേക്കുന്നത്. ദുപ്പട്ട ഇതുപോലെ ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ.
അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് വന്ന് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ ഇൻ വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.